പഠിക്കുന്നത്. ഞാൻ വായിക്കാം, ഉദാഹരണം വായിക്കാം. ബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുസല്ലി ബിന്നാസ്. അല്ലാഹുവിന്റെ ഹബീബ് ജനങ്ങൾക്ക് ഇമാമായി നിന്ന് നിസ്കരിക്കുകയാണ്. മദീന പള്ളിയിൽ ഇമാമായി നിന്ന് നിസ്കരിക്കുന്നു. അങ്ങനെ നിസ്കരിക്കുമ്പോൾ ഇത് ജാഅഹുൽ ഹുസൈൻ, മഹാനായ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു വരുന്നു. ആരാ ഹുസൈൻ റളിയല്ലാഹു അൻഹു? ബീവി ഫാത്തിമാന്റെ മോനാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയാണ്. ഫാത്തിമ ആരാ? ഫാത്തിമ എൻ്റെ ജീവിതമാണ്, എൻ്റെ ശരീരത്തിന്റെ ഭാഗമാണ്, എൻ്റെ കരളാണ്, എൻ്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ. ആ ഫാത്തിമാന്റെ മോളാണ് സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ആ ഹുസൈൻ തങ്ങൾ ഇങ്ങ് വന്നു. എവിടെ വന്നു? മദീന പള്ളിയിലേക്ക് വന്നു. എന്നിട്ട് ഫറകിബ ഉനുഖഹു, ഉപ്പാപ്പാന്റെ പെരടിയിൽ കയറിയിരുന്നു. വഹുവ സാജിദുൻ, മദീന പള്ളിയിലെ ഇമാമാണ് അല്ലാഹുവിന്റെ റസൂൽ. അവിടുന്ന് സുജൂദിൽ പോയപ്പോ ഈ കുഞ്ഞുമോൻ ഉപ്പാപ്പാന്റെ പുറത്ത് കയറിയിരുന്നു. റക്കിബ എന്ന് പറഞ്ഞ വാഹനം കയറിയെന്നാണ്, അഥവാ ഉപ്പാപ്പാനെ വണ്ടിയാക്കി. സുജൂദിൽ കിടക്കുമ്പോ ചിന്തിക്കണേ, സുജൂദിൽ കിടക്കുമ്പോ ഉപ്പാപ്പാന്റെ പുറത്ത് കയറി. എന്നിട്ട് അവനിങ്ങനെ വണ്ടിയാക്കുക, ചെവിയൊക്കെ പിടിച്ച്. അന്നത്തെ വണ്ടി എന്ന് പറയുന്നത് ഒന്നുകിൽ കുതിരയാണ്, അല്ലെങ്കിൽ ഒട്ടകമാണ്, അതല്ലെങ്കിൽ കോവർ കഴുതയാണ്. ഉപ്പാപ്പ ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോ മോന് തോന്നി എനിക്ക് ഉപ്പാപ്പാനെ വണ്ടിയാക്കണമെന്ന്. ആ പുറത്തു കയറിയിരുന്നു. വഹുവ സാജിദുൻ, അവിടെ നിന്ന് സുജൂദിലാണ്. എന്ത് ചെയ്തു? വലിച്ച് താഴെയിട്ടോ ഈ മോനെ. നമ്മൾ കൂട്ടുകാരനോട് ചാറ്റ് ചെയ്യുമ്പോ അരികിൽ വരുന്ന മകനെ തട്ടിയതുപോലെ തട്ടിയില്ല. അവിടെ നിന്ന് എന്ത് ചെയ്തു? സുജൂദങ്ങ് നീട്ടി, നീണ്ട സുജൂദ്. പിറകിലുള്ള സഹാബിമാർ വിചാരിച്ചു എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ വയ്യായിക വന്നിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ നീണ്ട സുജൂദ് സംഭവിക്കൂല. അങ്ങനെ സുജൂദൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയപ്പോ കാലു അവരൊന്നടങ്കം ചോദിച്ചു, ഖദ് അതൽത സുജൂദ യാ റസൂലല്ലാഹ്, എന്ത് നീളമാണ് നബിയെ ഇന്നത്തെ സുജൂദിന്? തങ്ങൾ എന്തിനാണ് ഇന്ന് സുജൂദ് ഇങ്ങനെ നീട്ടിയത് എന്ന് ചോദിച്ചപ്പോ കാല അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബത്തെ ഇന്ന ബിനി ഖദ് ഇർതഹലനി. ആ മറുപടിയാ കേൾക്കേണ്ടത്. എന്റെ മോന് എന്നെ വണ്ടിയാക്കി, എന്റെ കുട്ടി എന്നെ വണ്ടിയാക്കി. ഫകരിഹ്തു അൻ അഅജിലഹു, അവനെ വലിച്ചിടാൻ എനിക്ക് വിഷമമായി. ഹത്താ യഖ്ദിയ ഹാജതഹു, അവന്റെ ആവശ്യം നിറവേറുന്നത് വരെ. അവൻ എന്തോ ആഗ്രഹിച്ചിട്ടായിരിക്കുമല്ലോ എന്റെ പുറത്ത് കയറിയത്. ആ മോൻ